നിങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ സന്തോഷമായിട്ടിരിക്കണം. സന്തോഷത്തിൻ്റെ കാരണം, 10,000-കണക്കിന് മനുഷ്യർ ജീവിതം തകർന്നപ്പോൾ അവർ ജീവിതം കണ്ടെത്തിയ ദൈവം അവർക്ക് കൈനീട്ടിക്കൊടുത്ത സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയുമില്ല, ഒരെത്തും പിടിയും കിട്ടണില്ല. മുമ്പിൽ ഖേവോസ് ആണെന്ന് വിചാരിക്കുക. ഖേവോസ് എന്ന് പറയുന്നത് എന്താ? അതായത് ആദിഭൂമിയുടെ ഒരവസ്ഥയില്ലേ? ആദിഭൂമി, കർത്താവ് ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു. ആഴത്തിൻ്റെ മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ ആഴമുണ്ട്, അന്ധകാരമുണ്ട്, ഒരു സംഭവം കൊണ്ട് ജലം. അപ്പോഴാണ് നമുക്ക് ഇനി മുന്നോട്ട് ആഴവും അന്ധകാരവും ജലവും പ്രളയവും ആയിക്കഴിഞ്ഞാൽ നിന്ന പട്ടത്തിന് നിൽക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ജലം വന്ന് നമ്മളവിടെ മുക്കി ഈ ആഴത്തിലേക്ക് വലിച്ചിട്ട് പോയെന്നും വരും. ഈ ടൈം ഭയങ്കര സീരിയസ് ടൈമാണ്. ഈ ഒരു സീരിയസ് ടൈമിലാണ് നമുക്ക് ചുറ്റും വെള്ളം കയറുകയും നമ്മുടെ ചുറ്റും അന്ധകാരം നിറയുകയും ചെയ്യുന്ന അവസ്ഥ. കടമാകാം, രോഗമാകാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാകാം, പല പ്രാവശ്യം എഴുതിയ പരീക്ഷയാകാം. ഇനി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാതെ ഇരിക്കുകയും നമ്മൾ പലരെയും ഫോൺ വിളിച്ചിട്ട് നമ്മുടെ നമ്പരാണെന്ന് കണ്ടിട്ട് അവർ മനഃപൂർവ്വം നമ്മുടെ നമ്പർ എടുക്കാത്ത സമയം വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു പരിങ്ങലിലാണെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ നമ്പർ ആരും എടുക്കത്തില്ല, റിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും റിങ് ചെയ്യുന്നുണ്ട്, ആളില്ലാഞ്ഞിട്ടായിരിക്കും എന്നല്ല. അങ്ങനെയല്ല, അയാൾ അവിടെ ഉണ്ട്. നിങ്ങളുടെ നമ്പർ കാണാം അയാൾക്ക്. അയാൾ നമ്പർ കട്ട് ചെയ്താൽ നിങ്ങൾ അറിയാത്തതുകൊണ്ട് ന്യൂട്രായിട്ട് അയാൾ നിങ്ങളെ സ്കൂട്ട് ചെയ്യണമാണ് സംഭവം, ഒഴിവാക്കണത്. ഇതിനാണ് കേവോസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആശ വെച്ചവരും പ്രതീക്ഷ വെച്ചവരും നിങ്ങളുടെ കോൾ എടുക്കാതിരിക്കുന്ന സമയത്തിനാണ് ആധുനിക ഭാഷയിൽ കെയോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നീ പോകുന്നതെങ്കിലും നിൻ്റെ കോള് ഏത് സമയത്തും എടുക്കുന്ന ഒരാളുണ്ട്. അയാളുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതോ ഉടമ്പടിയിലായിരിക്കണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നമ്മളെ ചോര മണക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മൂത്രം മണക്കുന്ന ഒരു സമയമുണ്ട്, നമ്മുടെ സെക്രീഷൻസൊക്കെ നമ്മളെ മണക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളെ ആൾക്കാർ കൈകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുന്നതും നമ്മുടെ മുറിയിലോട്ട് കയറി വരാനോ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്തി നോക്കാനോ പറ്റാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിധിക്ക് വിടുന്ന ഒരു സമയമുണ്ട്. ഈ സമയമാണ് ഉടമ്പടിയുടെ സമയം. ഇതറിയണമെങ്കിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എസെക്കിയേൽ 16 അധ്യായം 4 വാക്യം വരെ. എസെക്കിയേൽ 16 അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ കുളിപ്പിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ ജനിച്ച ദിവസം, നമ്മളെ ഇസ്രായേലിനെ കുറിച്ച് പറയണതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും പ്രതീകമാണ് ഇസ്രായേൽ. അറിയാമല്ലോ, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആരുമാകാം. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ട, വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട എനിബഡി ഈസ് ഇസ്രായേൽ.
അല്ല, നിങ്ങൾ പറയും ഇസ്രയേൽ അമേരിക്ക എന്ന് പറയരുത്. ഇസ്രയേൽ ബൈബിളിൽ വിശ്വാസി എന്ന അർത്ഥമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസി ജനിച്ച ദിവസം, വിശ്വാസം രൂപപ്പെട്ട് വരുന്ന, നമ്മളിൽ വിശ്വാസം രൂപപ്പെട്ട് വരുന്ന ഒരു സമയമില്ലേ. മേരി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ്, മേരി ചേച്ചി പറഞ്ഞ ഇതാണ്: ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 7 വർഷമായി, പക്ഷേ എല്ലാവരും എന്നെ ഇട്ടേച്ചും പോയെന്ന്. വിശ്വാസത്തിലേക്ക് അവർ പുതുതായിട്ട് വന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആങ്ങളെ ഇട്ടേച്ചും പോയി, എൻ്റെ അപ്പ, എൻ്റെ ആങ്ങളുടെ ഭാര്യ പോലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചില്ല. ആങ്ങളുടെ ഭാര്യ പോലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടിൽ അവരെന്നെ കയറ്റണില്ല. അതൊക്കെ വിശ്വാസം ഒരു ഇസ്രയേലായി മാറുമ്പോൾ, വിശ്വാസം രൂപപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ പതുക്കെ പതുക്കെ നമ്മളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയും. എന്നിട്ട് എന്തിനാണ് ഈ മേരി ചേച്ചി എന്തിനാണ് ഇവരുടെ വീട്ടിൽ അവർ കയറ്റത്തില്ലായിരുന്നു? അവർ കയറ്റാതിരുന്നിട്ടും ഇവരെന്തിനാ ചെന്നതെന്നറിയാവോ? ഇവരുടെ അമ്മ കിടപ്പായി പോയായിരുന്നു. അമ്മയെ കാണിക്കത്തില്ലായിരുന്നു ഇവരെ. വൈരാഗ്യം കൊണ്ടേ സ്വന്തം അമ്മയെപ്പോലെ ഇവരെ കാണിക്കത്തില്ലായിരുന്നു. എങ്കിലും ഇവർക്ക് തോന്നി അമ്മയെ ഒന്ന് പോയി കാണാം. അമ്മ കിടപ്പായി പോയി, അനങ്ങാൻ പാടില്ല, അമ്മയ്ക്ക് എഴുന്നേക്കാൻ പാടില്ല. ബാത്റൂമിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മയെ കാണാൻ പോയപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് എൻ്റെ അകത്ത്. അതായത് ഈ ദിവസങ്ങൾ വരുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു രീതിയുണ്ട്. ആ സാക്ഷ്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് ജിബി ആൻ്റണി ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവർ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ഇപ്പം ഞാൻ വയനാട്ടിലെ മേരി ചർച്ചിൽ നിന്ന് പെട്ടെന്ന് ജിബി ആൻ്റണിയുടെ പോണതിൻ്റെ കാരണം ആ സാക്ഷി ഇൻ്റർ കണക്റ്റഡാണ്. ഈ ജിബി ആൻ്റണി ഉന്നയിച്ചൊരു പ്രശ്നം, അവർ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവ് ഓട്ടോറിക്ഷക്കാരായിരുന്നു. അയാൾക്ക് ഓട്ടം ആൾക്കാർ വിളിച്ച് കൂടുതൽ പരിചയമില്ലാത്തവരൊക്കെ ഓട്ടം വിളിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ അയാൾ ഗൾഫിലേക്ക് പോകാൻ മാതാവ് ഇടപെട്ടു. പക്ഷേ അവിടെ മകന് ഡെങ്കുപ്പനി വന്ന് കൗണ്ട് കുറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ കൗണ്ട് കുറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നാട്ടിലൊക്കെ ഡെങ്കുപ്പനിയായി. കൊല്ലത്ത് അതിൽ ഒരാൾ മരിച്ചു, അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ മരിച്ചു. അപ്പോൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ മകന് ഡെങ്കുപ്പനിയായിട്ട് ആശുപത്രി കൊണ്ടുപോയി. ആൾക്കതിന് ആശുപത്രി കൊണ്ടുപോകാൻ കാശൊന്നുമില്ല. പക്ഷേ വേറെ ഒരാൾ മരിക്കുകയും ഇവരുടെ മകന് ആശുപത്രി വെച്ച് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയും ചെയ്തപ്പോൾ ഇവർ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്: അമ്മേ, ഞാൻ ഉടമ്പടിയിലല്ലേ? അതാ എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചിട്ടില്ലേ? ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ. എന്തായിരിക്കും ഇങ്ങനെ ക്ലേശങ്ങൾ വരണത്? അയ്യോ, ഇത് ഒരു 10,000 മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ. ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇനി നമുക്ക് അമ്മ ഉണ്ട്, പേടിക്കേണ്ടെന്നല്ലേ പറയണത്. ഇനി നമുക്ക് അമ്മയുണ്ട്, പേടിക്കേണ്ടെന്നല്ലാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഇവർ പറഞ്ഞ അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ എന്ത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണത്? ഇപ്പോൾ എൻ്റെ ഭർത്താവും പോയി, വരുമാനവും ഇല്ല, ഈ കുഞ്ഞിനെ ചികിത്സിക്കാനും പറ്റണില്ല, ഞാനിങ്ങനെ ഒറ്റക്കായി, മുമ്പത്തേക്കാൾ കഷ്ടമായല്ല ഉടമ്പടി എടുത്തിട്ട്. അപ്പോൾ ദൈവം എന്നിലില്ലേ എന്നാണ് ഇവർ ചോദിക്കേണ്ടത്. അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആശുപത്രിയിൽ വേറെ ഒരു ചേടത്തി ഹോസ്പിറ്റലിൽ വന്ന്, അവിടെ ബൈ ചാൻസായിട്ട് വന്നതാണ്. അത് മാതാവൊന്നുമല്ല, ചുമ്മാ ഒരു കോയിൻസിഡൻറ്റ് സംഭവിച്ചതാണ്. അപ്പോഴുടനെ ഈ വന്ന അപരിചിതയായ ചേച്ചി ഇവരോട് ചോദിച്ചു, ആരോടാ? ജോബി ആൻ്റണിയോട് ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്താണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തതാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇവിടെ കാശ് രൂപം കണ്ടിട്ടാണ് അവർ ചോദിച്ചത്. ഇപ്പോൾ ആൾക്കാർ ഉടമ്പടിക്കാരെല്ലാം തമ്മിൽ തിരിച്ചറിയണത് അവിടെ കാശ് രൂപം ഉള്ളത് കൊണ്ടാണ് തിരിച്ചറിയണത്. അപ്പോൾ അവർ ചിലരൊക്കെ തമ്മിൽ തിരിച്ചറിഞ്ഞാൽ കൂടെ നിന്ന് അവരുടെ വിഷയത്തിന് ഉടമ്പടിക്കാരെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കാര്യം അവരെല്ലാവരും ഉടമ്പടിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾ തീഷ്ണമായിട്ട്
പ്രാർത്ഥിക്കുന്നത് ശരിക്കും അപ്പോഴും നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകും. അത് അടയാളം തന്നെയാണ്. അപ്പോഴുടനെ ഇവർ ഈ ജോബി ആൻ്റണി പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഈ വന്ന അപരിചിത പറഞ്ഞു എനിക്ക് വന്ന് അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞ് എൻ്റെ കൈ, അപ്പോൾ ഞാൻ അവർ എന്തിനാണ് പോണത്, അത് എൻ്റെ കൈ പൊങ്ങണില്ല, കുറേ മാസങ്ങളായിട്ട് ഇത് പൊക്കിയിട്ടൊരു ജോലി നടക്കണില്ല, കൈ തളർന്നു പോയി. അപ്പോൾ ഉടനെ ഈ ജോബി ആൻ്റണി എന്ത് ചെയ്തറിയോ, ഉടനെ പറയും നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോവുക, ഇപ്പം മാതാവ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ കയ്യിരുന്ന ഉടമ്പടി തൈലം ആശുപത്രി വെച്ചിട്ട് ഈ തളർന്നു പോയ കയ്യിൽ അവർ പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത്. വിശ്വാസ പ്രമാണം ചൊല്ലി പെരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൈ പടേന്ന് പൊങ്ങി ഇങ്ങനെയുണ്ട്. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചൊരു ചോദ്യമില്ലേ, ആര് ഡെങ്കുവായിട്ട് മകനെ കൊണ്ടുവന്ന് ആശുപത്രി ഇട്ടച്ച് മാതാവിനോട് ചോദിച്ചില്ലേ, മാതാവ് ഞങ്ങൾ ഉടമ്പടിയിലല്ലേ, അതാ എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചില്ലേ, അപ്പം നീ ഞങ്ങളെ വിട്ടു പോയോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചങ്ക് പറഞ്ഞ് മാതാവിനോട് ചോദിച്ചാൽ അപ്പോൾ ആൻസർ ചെയ്യും. അപ്പോൾ ആൻസർ ചെയ്യണമല്ല ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതല്ല. എല്ലാവരും ഇതുപോലെ നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്? ക്രിസ്തുവിനെ ലോകം അറിയാൻ വേണ്ടിയാണല്ലേ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്. ഉപ്പുണ്ട്, അതുപോലെ തന്നെ ചിലത്, അതുപോലെ തന്നെ ഉടമ്പടി തൈലമുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിലത്തെ മേരി ചേച്ചി എന്താ ചെയ്യുന്നറിയാമോ? മേരി ചേച്ചിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് രസമാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ആൾക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ വിശ്വാസത്തിൽ എംപവറായിട്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും നിങ്ങളുടെ വാല്യൂ കൂടാൻ, ദൈവദൃശ്യത്തിൽ നിങ്ങളുടെ വാല്യൂ കൂടാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. കാര്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക്, അവരെ മതം മാറ്റുകയല്ല, ക്രിസ്തുവിൽ അവർക്ക് ആശ്വാസവും ആത്മശക്തിയും ലഭിച്ചവർ നിലനിൽപ്പ് കിട്ടണം, അവർക്ക് നിലനിൽപ്പ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനുഷ്യന്മാർക്ക് അത് ചെയ്തു കൊടുക്കാം. അതൊരു ഉപവിപ്രവർത്തനങ്ങളാണ്. ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ബേസിലാണ് നിങ്ങൾ രോഗി പരിചരണം പോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ പങ്കുവെച്ച് കൊടുക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപ പങ്കുവെച്ച് കൊടുത്ത് മറ്റുള്ളവരെയും ബലപ്പെടുത്തുവാൻ. മറ്റുള്ളവരെ ബലപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൈവികമായ ലക്ഷ്യമാണ്. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ലേ, വിശുദ്ധ ലുക്കാ സുവിശേഷം 22:32 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക, അത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അത് ആരുമാകാം. പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിസ്തുവിൽ നമ്മുടെ പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളാണ്. ഇപ്പോൾ എപ്പോഴും ചെയ്യണത് എന്താണ്? നമ്മളുടെ സങ്കടം. ഇപ്പോൾ ജോബി ആന്റണി പറയുന്നത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകന് ഡെങ്കു വന്നല്ലോ, അവന് ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കാശിലല്ലോ, എൻ്റെ ഭർത്താവ് നാട്ടിലില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ, എൻ്റെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സങ്കടമാണല്ലോ എന്നാണ് നമുക്കപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ആൾ. എന്നിട്ട് കർത്താവ് എന്താ പറയണത്? നീ നിരാശയിൽ നീ കിടക്കരുത്, ഉടമ്പടി എടുത്ത ആൾ നിരാശയിൽ കിടക്കരുത്. എന്താണ്? നീ തിരിച്ചു വരണമെന്ന്. മനസ്സിലായില്ല? പത്രോസിനോട് കർത്താവ് പറയണം, നീ തിരിച്ചു വരണം. അതാണ് ലൂക്ക 22:32. നീ തിരിച്ചു വന്നാൽ മാത്രം പോരാ, എന്തു ചെയ്യണം? നിൻ്റെ സഹോദരനെ ബലപ്പെടുത്തണം.
ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഉടമ്പടിയുടെ വലിയ സ്വർഗീയ ബലം ആത്മശക്തി എന്നിൽ അഭിഷേകമാകാൻ എന്റെ വിശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിന്റെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കാൻ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പോകാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഈ കൊല്ലത്തെ ജോബി ആൻ്റണി ഇവിടെ കൈ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഉടമ്പടിയിൽ അവർക്ക് ഇടയ്ക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉടമ്പടിയിലാണവർ, ദൈവം അവരെ വിട്ട് പോയിട്ടില്ല. അതൊരു അടയാളം കാണിക്കുകയാണ്. അപ്പം നിങ്ങളിതുപോലെ ഇത് ഈ സാക്ഷികൾക്ക് മനസ്സിലാകണം. ഉടമ്പടി എടുത്താലും ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില സ്വാഭാവികമായ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടനെ മതിമറന്നിട്ട് ഉടമ്പടിയിൽ ഉഴപ്പ് കാണിക്കരുത്. അങ്ങനെയാണ് പല ആൾക്കാർക്കും പണി കിട്ടിയിരിക്കുന്നത്. ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും. അതായത് ഇപ്പം തിമോത്തി 2 പറയുന്ന പോലെ, ഇപ്പം 2:20 എടുത്ത്, അതായത് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിട്ട് തുടരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഇത് ഉടമ്പടിക്കാരെല്ലാം മനസ്സിലാക്കേണ്ട സംഭവമാണ്. അല്ല ജോബി ആൻ്റിയെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ദൈവം എന്നെ കൈവിട്ടെന്നും പറഞ്ഞ് കണ്ണാക്കേണ്ടത്. ദൈവം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. നമ്മളാണ് ഇത് നമ്മളോട് പറയും, നീ തിരിച്ചു വരാൻ പറയും. ദൈവമല്ല തിരിച്ചു വരേണ്ടത്. ലുക്ക 22:32 എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവമല്ല തിരിച്ചു വരേണ്ടത്, പിന്നെന്താണ്? നീ തിരിച്ചു വരണം. നീ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നീ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ഇപ്പം ഒരു വീണ് പോയെങ്കിലും ദൈവമല്ല തിരിച്ചു വരണം. ദൈവം അവിടെ വിശ്വസ്തനായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ തിരിച്ചു വരിക എന്ന് വെച്ചിട്ട് എന്തിനാണ്? തിരിച്ചു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ട് മുറുകിയിരിക്കുകയല്ല. നമ്മളെ ബലപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലപ്പെടുത്തണം. അത് ഭയങ്കരമായ ഒരു ഫോർമുലയാണ്. നിങ്ങളിൽ പലരുടെ ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കാത്തത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 0 ഇൻട്രസ്റ്റാണ്. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് താല്പര്യമില്ല. മറ്റുള്ളവർ വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളെപ്പോഴും നോക്കണം, നിങ്ങൾക്ക് IELTS പാസ്സായാൽ, നിങ്ങളുടെ റിസൾട്ട് കൂടിയാൽ, നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ ആൾ വന്നോ, നിങ്ങൾക്ക് ലോൺ അനുഭവിക്കാൻ വല്ല മാർഗമുണ്ട്. അപ്പം നിങ്ങൾ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതിലൂടെയാണ്. ഇനി പച്ചക്ക് പറയാം, ഉടമ്പടി നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ്. അതാണ് എൻ്റെ വിഷയം. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ
ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, എൻ്റെ ഉടമ്പടിയിലൂടെ ഞാൻ മറ്റുള്ളവരെയും ബലപ്പെടുത്താൻ എനിക്ക് പ്രത്യേക ആത്മശക്തി നൽകണമേ. എനിക്ക് പ്രത്യേക ആത്മശക്തി നൽകണമേ. അത് ആത്മശക്തി വേണമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മശക്തി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വയനാട്ടിലെ മേരിച്ചേച്ചി എന്താ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ അമ്മ ക്ഷീണമായിട്ട് പോലും ആങ്ങളെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ആങ്ങളവിടെ ഇല്ലാത്ത തക്കം നോക്കിയാണ് ഇവർ വീട്ടിൽ പ്രവേശിക്കണത്. സ്വന്തം അമ്മയെ കാണാനാണ് ചെയ്യണത്. അവിടെ ചെന്നപ്പോൾ നാത്തും പറഞ്ഞ് അമ്മ എഴുന്നേക്കത്തില്ല. അമ്മ എഴുന്നേറ്റിട്ട് മാസങ്ങളായി ബാത്റൂമിൽ പോകാൻ സമയത്ത് പിടിച്ചോണ്ട് പോകണമെന്ന്. അപ്പോൾ നാത്തൂൻ ഇവർക്കൊരു കാപ്പി എടുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയ സമയത്ത് രഹസ്യത്തിൽ ഇവർ ഉടമ്പടി തേയില എടുത്തിട്ട് അമ്മയുടെ നെറ്റിക്കുറിച്ചിടും, വിശ്വപ്രമാണം ചൊല്ലി. ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ സമയത്ത് കഴിയുമ്പോൾ അമ്മ തന്നെ എഴുന്നേറ്റ് എന്നെ കാണാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2024 ആയപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം വേറെ ഒരു ഫേസിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് ശരിക്കും. കാര്യം നിങ്ങൾ വഴി നിങ്ങളുടെ സഹോദരങ്ങളെ ബലപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യവത്തായ ഒരു വ്യക്തിയായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ് കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ വരുന്ന ഇനി നമ്മുടെ ജോബി ആൻ്റണിയുടെ ജീവിതത്തിൽ വരുന്ന സെക്കൻഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചേട്ടത്തിൻ്റെ കൈ പൊങ്ങിയല്ലോ. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ മകൻ്റെ ബ്ലഡ് കൗണ്ട് നോർമലാവും. അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് അവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അച്ഛാ പെട്ടെന്ന് ഈ സംഭവം ദാറ്റ് മീൻസ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഡെങ്കു വന്ന് ഈ മകനെ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി ഉടമ്പടിയിലൂടെ ഞാൻ തിരിച്ചെടുത്തിട്ടില്ല. ഇറ്റ് ഈസ് ദെയർ. നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, നിനക്കിപ്പോഴും നീ ഉടമ്പടിയിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഡെമോൺസ്ട്രേഷൻ വരണത്. ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്, കവനൻ്റ് ഡെമോൺസ്ട്രേഷൻ. എന്നിട്ട് അതിനുശേഷം ഇവർ വീട്ടിൽ പോകും. വീട്ടിൽ പോയപ്പോൾ വേറെ കാലാവസ്ഥ വന്ന് മകനെയും കൊണ്ട് വീട്ടിൽ പോയി. മകനെയും കൊണ്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇവർക്ക് ഡെങ്കുവായി സംഭവം. അതായത് ഒരു സ്റ്റോറി പോണ പോക്കുണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് നമുക്കറിയാലോ, നമ്മുടെ ബോഡിയെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ കാര്യവും നമ്മൾ അന്വേഷിക്കുകയും തിരക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ബോഡിയെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആടെ കാര്യവും അന്വേഷിക്കത്തില്ല. ഒരു കൊതുക് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ തന്തക്ക് വിളിക്കും. അല്ല, ആൾക്കാർക്ക് പനി കയറി കഴിഞ്ഞാലേ ആൾക്കാരുടെയൊക്കെ സ്വഭാവമല്ല, അടുക്കത്തില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നിങ്ങൾ ഡെലീറിയം കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും നിങ്ങൾ എംപവർ ആയിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഡെലീറിയം, അതായത് ഇപ്പോൾ പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞാനിങ്ങനെ ഒരു പള്ളിയിൽ അസ്തേന്തിയായിട്ടിരിക്കുകയാണ്, അസ്റ്റൻ്റ്. അപ്പോൾ അവിടെ അച്ഛനില്ല, അവിടെ അച്ഛൻ ധ്യാനിക്കാനാ പറ്റിയ പോയിരിക്കുക. അപ്പം ഞാനുണ്ട്, ഇടിമിട്ടി മഴ പെയ്യേ.
എനിക്കാണെങ്കിൽ തൊണ്ട വരണ്ടല്ല ഇങ്ങനെ തൊണ്ട കാർച്ച, തോട്ട്സോറ്, പിന്നെ നെഞ്ച് പറയണ ചുമ, രാത്രി ആകുമ്പോൾ ഉണ്ടാകുന്ന രാപ്പനി, എല്ലാം കൊണ്ട് ഞാൻ ഇരുന്ന് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ കറണ്ടും പോയി. അപ്പം എല്ലാ വയ്യാവേലികളും ഒരുമിച്ച് വരികയാണ്. കറണ്ടും പോയി. ഞാൻ പുറത്തിരുന്ന് ഛർദ്ദിക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. ഇനി കണ്ണും കാണാൻ പോലെ അകത്തോട്ട് കയറാൻ മൊത്തം ബ്ലാക്ക് ഔട്ടാക്കി. ഇടുക്കൂടി കാറ്റാണ്. അപ്പോഴുണ്ടൊരു മനുഷ്യൻ വന്ന് രാത്രി വന്ന് മേടയുടെ വാതിലെ കൊട്ടി. അപ്പം ഞാനിങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്ത് ബെനിനൊക്കെ ഇട്ടിരുന്ന് ഛർദ്ദിക്കുന്ന രംഗമാണ്. എൻ്റെ യഥാർത്ഥ ഒരു രൂപം കണ്ട ആ മനുഷ്യൻ പെടച്ചതല്ലി വിണിച്ചാകും. അപ്പം ഞാൻ മിണ്ടായിരുന്നു. പക്ഷെ ഇയാൾ സമ്മതിക്കണില്ല, ഇയാൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിൽക്ക്, ഞാൻ ഛർദ്ദിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് ഇപ്പോൾ വരരുത്. അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല. പുള്ളി വന്നു. പക്ഷേ ഇരുട്ടത്ത് തപ്പി പിടിച്ച് പുള്ളി വന്നു. പുള്ളി അവിടെ വരുന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിരച്ച് പോയി ബാത്റൂമിൽ പോയി ടബൊക്കെ കയ്യിലൊക്കെ പോയി കഴുകി ലുങ്കിയൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറണ്ട് വന്നു. ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് കണ്ട സമയത്ത് പുള്ളി വന്നു. ഞാൻ എന്നെ ഇത്രയും തിരക്കെന്താണെന്ന് ചോദിച്ചു. ഇപ്പം ഞാനോടത്ത് വല്ലവോട് ഈ ആൾക്കാർ ലാസ്റ്റ് സക്രമെൻ്റ് വരത്തില്ലേ, അപ്പൻ അമ്മയൊക്കെ മരിക്കാൻ പോകണമെങ്കിൽ ഇതുപോലെ വന്ന് തിരക്ക് കൂട്ടും ആൾക്കാർ. കാര്യം സമയമില്ലല്ല, മരിക്കണ കൊണ്ടുപോയി മുമ്പ് കുർബാന കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ വല്ല കേസുമായതുകൊണ്ട് ഞാൻ വളരെ സംയമനത്തോടെ ഇരിക്കുകയാണ് ഈ മനുഷ്യനോട് സംസാരിക്കണത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛ എന്നുവെച്ചാൽ ഞങ്ങൾ 40 പേര് വള്ളത്തിൽ പോയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഒരു കരി നന്ദം പോലും, നന്ദനം എന്ന് പറയാൻ മനസ്സിലാവില്ല നിങ്ങൾക്ക്, മീൻ, അത് കരി നന്ദത്തെ കടപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ ചെറിയ നന്ദം കിട്ടണ കാലം ഉണ്ടായിരുന്നു. അതും കിട്ടണില്ലെന്ന് പറയും. അപ്പോൾ എല്ലാവരും പട്ടിണിയാണെന്ന് പറയും. അപ്പോഴേ ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി വെഞ്ചരിച്ച് കൊടുക്കണം രാത്രി. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതികൾ. മിക്കവാറും അച്ഛന്മാർ പോകും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വശകേടാണ്, ഞാൻ ആരെങ്കിലും നാളെ രാവിലെ കുർബാനയ്ക്ക് ഒരു അച്ഛനെ കിട്ടിയിട്ടേ, നാളെ രാവിലെ കുർബാനയില്ലേ, രാത്രി അവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കിടന്ന കിടപ്പ് ശരിയാകത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് പണ്ടത്തെ ഈ കറക്കണ ഫോണല്ലേ, കാറ്റുമാണ്, അപ്പോൾ എടുക്കുമ്പോൾ അച്ഛന്മാരെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ ഈ തളർന്ന് ഇതിമേ കുത്തി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടാ ഒരു അച്ഛനെ കിട്ടിയിട്ട് വേണം എനിക്ക് രാത്രി ഇവിടുന്ന് ആശുപത്രിയിൽ പോകാൻ, അതാണ് അവസ്ഥ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ഒന്ന് വെഞ്ചരിച്ച് തരാൻ പറഞ്ഞു. ഉടനെ ഞാനത് കാശ് അവിടെ മെസ്സേജ് നിന്ന് എടുത്തിട്ട് ഒരു കാശിലും എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി ഈ മത്സ്യബന്ധ നിയോഗ പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ആ ചൊല്ലിയിട്ട് ചേട്ടനെ കൊടുത്ത് ബ്ലസ് ചെയ്ത് വിട്ട്. എന്നിട്ട് എനിക്ക് പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ കിട്ടി. ലോണിൽ മറുപ കണ്ടുന്നൊരു അച്ഛനെ കൊച്ചിയിൽ നിന്ന് കിട്ടി. ഞാൻ അച്ഛനെ ഏൽപ്പിച്ച് വെച്ചാൽ എപ്പോൾ ഞാൻ വരുമെന്നറിയത്തില്ല, എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല, അച്ഛൻ വന്ന് കുർബാന ചൊല്ലി കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ ഏറ്റ് ഞാൻ രാത്രി ഓട്ടോറിക്ഷ എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ വന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിടന്നു പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ പിറ്റേ ദിവസം ഈ ചേട്ടൻ വന്ന്. അപ്പോൾ ഞാനോട് കർത്താവേ പഴയ ദുരിതം പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ് ചേട്ടാ സന്തോഷമാണ്. ആ സന്തോഷം, അന്ന് തന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. കാര്യം ഈ കാശുരം കൊണ്ട് കെട്ടുകയും പുള്ളി കൊണ്ടുപോയി പിറ്റേ ദിവസം പോയി വങ്കടയെന്നും പറഞ്ഞൊരു വലിയ മത്സ്യമുണ്ട്, അതിൻ്റെ ഒരു കൂട്ടത്തിന് അടിച്ചത് മൊത്തം അന്നത്തെ 40,000 രൂപ കിട്ടി. 93 ഈ കാലഘട്ടം. ഇപ്പം എത്രയായി? 30 കൊല്ലം ആയില്ലേ? 30 കൊല്ലം മുമ്പ് 40,000 രൂപ കിട്ടിയാൽ അത് വലിയ ഒരു കിട്ടലാണ്. അതിനുശേഷം അവർക്ക് പിന്നെ അരി മുട്ടിയിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വയ്യാണ്ടിരുന്ന് 0 ആയിട്ട് തകർന്നിരുന്ന സമയത്താണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ ഞാനൊരു കാര്യം പഠിച്ചു. എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് എനിക്ക് പണ്ട് വലിവ് വരുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വലിവൊന്നും വരാത്തത്. വലിവ് ഇങ്ങനെ വന്നത്, അത് കുഞ്ഞുനാളും വരെ ഉള്ളതാണ്. വലിവ് ഇങ്ങനെ വരും. വലിവ് വന്നാൽ പിന്നെ അത് പോകത്തില്ല. അപ്പോൾ വലിവ് വന്ന് ആശുപത്രി കട്ടിലേൽ മേടെ കിടക്കിയിരിക്കും. പക്ഷെ കിടന്നാൽ ഈ ആൾക്കാർ ഒളിച്ചും പാത്തുമൊക്കെ ഒരു വാതിൽ തുറന്ന് അപ്പം തന്നെ ചാടി അകത്ത് കയറിയിട്ട് അച്ഛ ഭാര്യനെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ പറയും, ഭാര്യയെ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയും. പക്ഷേ എനിക്ക് വലിവാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ഒരു വിശ്വാസമാണത്. അപ്പം ഞാനത് പ്രാർത്ഥിച്ച് കൊടുക്കും. കിടന്നാലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കൊടുക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തുമാത്രം അവശരാകുന്നുവോ അത്രയും
ഒരു ദൈവ വേലക്കാരൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. വിശ്വാസിയുടെ ഒരു ഗുണം അതാണ്. അത് നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ അതിന് 2 കൊരിന്ത്യർ 12:9 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്കെന്റെ കൃപ മതി. നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇതാണ് വെച്ചാല് എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ നിനക്കെന്റെ കൃപ മതി. എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വീട് മൂന്ന് പറമ്പും ജപ്തി നടപടി വന്നിരിക്കുകയായിരിക്കാം. അപ്പോഴും ദൈവം പറയും, മൈ ഗ്രേസ് ഈസ്, നിൻ്റെ വീട് ചിലപ്പോൾ പോകുമായിരിക്കും, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് മനസ്സിലായി? ഇത് നിങ്ങൾ ഈ തന്ത്രം പഠിക്കണം. ഇതൊരു ഭയങ്കര, അതായത് ചിലപ്പോൾ നിൻ്റെ വീട് പോകുമായിരിക്കും, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് വെച്ചാൽ നിനക്കെൻ്റെ കൃപ മതിയാവും. കാര്യം ഇത്തരം 10,000 വീടുകൾ തിരിച്ചു തരാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. അവിടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമാ നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമാ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് ക്ലേശകാലത്ത് മിനിമം കൃപ നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ക്ലേശകാലം എന്ന് പറഞ്ഞത് അത് ബിബ്ലിക്കലി സ്പീക്കിംഗ് ടെമ്പററി ടൈമാണത്. കുറച്ച് കാലമേ ഉണ്ടാകത്തുള്ളത്, അതങ്ങനെ മാറിപ്പോകും. ദൈവം ഒരിക്കലും എപ്പോഴും നമ്മളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തത്തില്ല. ഇപ്പോൾ ഏത് ടൈം വരും, നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും, നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്വലിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോകും. പിന്നെ നിങ്ങളുടെ എംപവറിങ്ങിൻ്റെ കാലം വരും. പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് മാറും. ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡലിറ്റി ചെക്ക് ചെയ്യുകയാണ്. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊരിന്ത്യർ 12:9 അനുസരിച്ചുകൊണ്ട് ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തി ബൈബിളിൽ കപ്പാസിറ്റി എന്ന് പറയും, കഴിവാണ്. ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ കഴിവ് എന്താണ്? അത് മസിൽ പവറാണോ, മണി പവറാണോ, പാർട്ടി പവറാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറൊന്നും ദൈവം അംഗീകരിക്കണില്ല. കാര്യം എന്താണ്? അത് എപ്പോഴായാലും യൂസ് ആൻഡ് ത്രോയാണ്. പോകാതെ നിൽക്കണത് ഈ ഗ്രേസ് പവറാണ്. ഗ്രേസ് ഒരു പവറാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലേശകാലം വന്ന് ടാപ്പിംഗ് ടൈം എന്ന് പറയും. ഇപ്പോൾ റബ്ബറില്ലേ, റബ്ബറിനൊരു ടാപ്പിംഗ് ടൈമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മളത് കടും വെട്ടിന് കൊടുക്കും. പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? കത്തി കൊണ്ട് മുറിക്കണ സമയം അല്ലേ? വെളുപ്പിന് 3 മണിക്ക് തൊട്ട് മുറിക്കാൻ തുടങ്ങത്തില്ലേ? മുറിച്ചിക്കണ സമയത്ത് അവിടുന്ന് പാലിറ്റ് വീഴും. 10 മണിക്ക് വന്ന് ആ പാല് ചെട്ട് അവരെടുത്തുകൊണ്ട് പോകും. ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അതിലെ മുറിവിലാണ് വന്നത്. അത് ഇതുപോലെ ക്ലേശകാലം എന്ന് പറയുന്നതാണ് കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലേശകാലമാണ്. അപ്പോൾ ചില സമയത്ത് ഭർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തോന്നും, വിളിക്കണില്ല, തിരക്കണില്ല, ടാപ്പിംഗ് ടൈമാണ്.
അഞ്ച് കിടന്നുകൊണ്ട് അയാൾക്ക് വേറെ ബന്ധമുണ്ട്, അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത്. ഇനി വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മായിയമ്മോട് പറയും നിങ്ങളുടെ വളർത്തത് വർഷമാണ്, മകൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറയും. ഇല്ലാത്ത ഊള ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത്. അത് ടാപ്പിംഗ് ടൈമാണ്. നിങ്ങൾ മൗനമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായി വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിക്കണം. നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകരുത്. നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കർണത്ത് ചെവിയിൽ ഒരു പാറ്റ പോയി, ഉടനെ എടുത്ത് കുപ്പിച്ചിൽ ഉൾപ്പെടെയുള്ള സാധനം കുത്തിക്കയറ്റും. അപ്പോൾ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, ഒന്നും ചെയ്യരുത്. കണ്ണിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമിയിട്ട് അവിടെ ഉള്ള എല്ലാ കോശങ്ങളെയും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്തം കണ്ണിൽ നിന്ന് വരും. ഡോണ്ട് ഡു ഇറ്റ്. മറിച്ച് അപ്പം തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം. എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് എക്സ്പേർട്ടാണ് ആ വിഷയം ചെയ്യേണ്ടത്. ഇതുപോലെ ഉള്ള ക്ലേശകാലത്ത് നിങ്ങളായിട്ട് അത് പരിഹരിക്കാൻ നോക്കരുത്, മറിച്ച് കർത്താവ് അത് പരിഹരിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? അതിൽ നമ്മൾ മൗനം പാലിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ക്ലേശകാലത്തെ കൃപയുടെ ടാപ്പിംഗ് ടൈമിലെ അങ്ങേ അതിൻ്റെ അകത്ത് ആ വിഷയത്തിൽ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേക ജ്ഞാനം നൽകണമേ. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലം